വെൽക്കം ടു ഏർണസ്റ്റ് അക്കാഡമി ആൻഡ് ബിഗ് ലേണിംഗ് ആപ്പ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിന്റെ പെൻഡിങ് പോർഷൻസിലാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ MTS. അപ്പോൾ MTSൽ നിന്ന് വളരെ റീസെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് 2024, 2023, 2022 അതുപോലുള്ള റീസെന്റ് ഇയേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് എടുക്കുന്നു. ആ ക്വസ്റ്റ്യൻസിനെ ഓരോ ചോദ്യങ്ങളെയും ഓരോ യൂണിറ്റ് ആയിട്ട് കണക്കാക്കുക. ഒരു ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യൻ കണക്ട് ചെയ്യുന്ന യൂണിറ്റിൽ നിന്ന് ഏത് ചോദ്യങ്ങൾ വന്നാലും സ്കോർ ചെയ്യാനായിട്ടാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ചോദ്യം എന്ന് പറയുന്നത് ആ ചോദ്യത്തിന്റെ ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഡെഫിനിഷൻ മാത്രമല്ല, കംപ്ലീറ്റ് യൂണിറ്റ് കവർ ചെയ്തിട്ടായിരിക്കും ഒരു ചോദ്യത്തിനെ നമ്മൾ ക്രാക്ക് ചെയ്യുന്നത്. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ SSC MTS 2024. സെലക്ട് ദ ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെന്റൻസ്. താഴെ തന്നിരിക്കുന്ന ഓപ്ഷനുകളിൽ നിന്നും ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെന്റൻസ് കണ്ടുപിടിക്കുക. 4 സെന്റൻസ് പ്രൊവൈഡഡ് ആണ്. ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ദ കാർപ്പന്റർ കെപ്റ്റ് ദ ഫർണിച്ചർ ഇൻ എ ബാക്ക് യാർഡ് ഓഫ് ഹിസ് ഹൗസ്. സെക്കൻഡ് സെന്റൻസ് ദ കാർപ്പന്റർ കെപ്റ്റ് ഫർണിച്ചർ ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് ഹിസ് ഹൗസ്. തേർഡ് സെന്റൻസ് ദ കാർപ്പന്റർ കെപ്റ്റ് ഫർണിച്ചർ ഇൻ ദ ബാക്ക് യാർഡ് ഓഫ് ഹിസ് ഹൗസ്. Fourth sentence, the carpenter kept the furniture in backyard of his house. 4 സെന്റൻസ് നോക്കിയാലും 4ഉം ഒരുപോലെ തോന്നും. നമ്മൾ എന്ത് ചെയ്യും? ആ എക്സാമിന്റെ ടെൻഷനിൽ വായിച്ച് നമ്മുടെ ഒരു ലാംഗ്വേജ് എബിലിറ്റി ഒക്കെ അപ്ലൈ ചെയ്ത് നോക്കും. പക്ഷെ അത്രത്തോളം സമയം കളയാൻ നമ്മുടെ കയ്യിലില്ല. അപ്പോൾ വളരെ സമയം കുറച്ചെടുത്തുകൊണ്ട് ടൈം കൺസ്യൂമേഷൻ കുറച്ച് എങ്ങനെ ഒരു ക്വസ്റ്റിനെ ക്രാക്ക് ചെയ്യാം. അപ്പോൾ എപ്പോ ഒരു ചോദ്യം വന്നാലും ആ ചോദ്യം ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെന്റൻസ് ആണോ, അല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് സെന്റൻസ് ആണോ, അതോ സ്പോട്ട് എറർ ആണോ, ഈ കാറ്റഗറി എന്നൊക്കെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ അതെല്ലാം റൂൾസ് ബേസ് ചെയ്തിട്ടായിരിക്കും. ഇംഗ്ലീഷ് ഗ്രാമറിലെ ഫിക്സഡ് റൂൾസ് ബേസ് ചെയ്തിട്ടായിരിക്കും ഇത്തരം ചോദ്യങ്ങളെല്ലാം. അങ്ങനെയാണെങ്കിൽ ഇവിടെയും അതേ മെത്തേഡ് തന്നെയാണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെയും ഗ്രാമാറ്റിക്കലി കറക്റ്റ് സെന്റൻസിന് സ്പോട്ട് ചെയ്യുക. അപ്പോൾ ഈ ചോദ്യം വന്നിരിക്കുന്നത്, ഈ പെർട്ടിക്കുലർ ചോദ്യം വന്നിരിക്കുന്നത് ഏത് സെക്ഷൻ ആണ്, ആ സെക്ഷനിൽ നിന്ന് ബാക്കി ചോദ്യങ്ങൾ വന്നാൽ എങ്ങനെ ക്രാക്ക് ചെയ്യാം. അപ്പൊ നോക്കിക്കോളുക, ഞാനിതിന്റെ ഡീറ്റെയിൽഡ് സൊല്യൂഷനിലേക്ക് പോവാണ്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ ചോദ്യം വന്നിരിക്കുന്നത് നൗൺ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നാണ്. നൗൺ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അപ്പൊ ഒരു നൗൺ എന്താണെന്ന് നമുക്ക് എല്ലാം അറിയാം അല്ലെ? ഒരു നെയിമിംഗ് വേർഡ് ആണ് നൗൺ എന്ന് പറയുന്നത്. അതൊരു വ്യക്തിയുടെ പേരാകാം, അതൊരു സ്ഥലത്തിന്റെ പേരാകാം, എന്ത് വേണമെങ്കിലും ആകാം. അതൊരു നെയിമിംഗ് വേർഡ് ആയിരിക്കണം എന്നൊരു മാനദണ്ഡം മാത്രമാണ് നൗണിനുള്ളത്. അപ്പൊ ഓക്കെ ആണ്. അപ്പൊ നൗൺ എന്താണെന്നറിയാം. അതുപോലെ തന്നെ നൗണിന് ഫിക്സഡ് റൂൾസ് അപ്ലൈ ചെയ്യാനും ഉണ്ട്. അതായത് നൗൺ എന്ന് പറയുന്ന സെക്ഷനിൽ നിന്ന് നമുക്ക് ഒട്ടനവധി റൂൾസ് പഠിക്കാനുണ്ട്. എന്നാലും വളരെ പ്രധാനമായിട്ടും വരുന്ന ഒരു റൂളാണ് ഇവിടെ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോളുക. ഞാൻ ഇവിടെ കുറച്ച് സെറ്റ് വേർഡ്സ് എഴുതാൻ പോവുകയാണ്. കുറച്ച് സെറ്റ് വേർഡ്സ് എഴുതുകയാണ്. ആദ്യത്തെ വേർഡ് ദേ ഫർണിച്ചർ. അത് കഴിഞ്ഞ് അഡ്വൈസ്, ഫർണിച്ചർ, അഡ്വൈസ്, ദെൻ equipment, then luggage, then baggage, then knowledge, then scenery, then poetry, then jewelry, then electricity, then traffic, then information. നോക്കി, ഇത്രയും വേർഡ്സ് ഞാനിപ്പോൾ എഴുതിയിട്ടിരിക്കുകയാണ്. ഫർണിച്ചർ, അഡ്വൈസ്, എക്യുപ്മെന്റ്, ലഗേജ്, ബാഗേജ്, നോളജ്, സീനറി, പോയട്രി, ജ്വല്ലറി, ഇലക്ട്രിസിറ്റി, ട്രാഫിക്, ഇൻഫർമേഷൻ. ഇവിടുന്ന് തന്നെ ഫർണിച്ചർ, അഡ്വൈസ്, എക്യുപ്മെന്റ്, നോളജ്, സീനറി, ഇൻഫർമേഷൻ, ഇത്രയും വേർഡ്സ് പ്രീവിയസ് ഇയറിലുള്ളതാണ്. അപ്പോ ഈ വാക്കുകളുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഇതെല്ലാം നൗൺസ് ആണ്.
ഈ വാക്കുകളെല്ലാം എന്താണ്? നൗൺസ് തന്നെയാണ്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്, ഇത്രയും വേർഡ്സ് നിങ്ങൾ ഒരു സെന്റൻസിൽ കാണുകയാണെങ്കിൽ, ഒന്നും കൂടെ, ഇത്രയും വേർഡ്സ് നിങ്ങൾ ഒരു സെന്റൻസിൽ കാണുകയാണെങ്കിൽ ഈ വാക്കുകൾ വന്നാൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ ആ വാക്കുകളിലുള്ള റൂള് ശ്രദ്ധിച്ച് മാത്രമേ ആ ചോദ്യം ക്രാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് നോക്കാം, ഇത്രയും വേർഡ്സ് ഒരു സെന്റൻസിൽ വരികയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. എടാ നോക്കിക്കൊള്ളണം, ഇത്രയും വാക്കുകൾക്ക് പ്ലൂറൽ ഫോം ഇല്ല. എന്ത് മനസ്സിലാക്കിക്കൊള്ളുക? ഇത്രയും വാക്കുകൾക്ക് പ്ലൂറൽ ഫോം ഇല്ല. പ്ലൂറൽ ഫോം ഇല്ല എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വാക്കുകളുടെ കൂടെ യെസ് ചേർത്ത് പറയാൻ പാടില്ല. ഈ വാക്കുകളുടെ കൂടെ യെസ് ചേർത്ത് പറയാൻ പാടില്ല. അതായത് ഫർണിച്ചേഴ്സ് എന്ന് പറയുന്നത് തെറ്റാണ്. അഡ്വൈസസ് എന്ന് പറയുന്നത് തെറ്റാണ്. അതുപോലെ എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നതും തെറ്റ് തന്നെയാണ്. അതായത് ഇത്രയും വേർഡ്സിന്റെ കൂടെ, ഇത്രയും നൗൺസിന്റെ കൂടെ എന്ത് പറയരുത്? യെസ് ഫോം ഇട്ട് പറയരുത്. അതായത് ദീസ് വേർഡ്സ് ഡോണ്ട് ഹാവ് എ പ്ലൂറൽ ഫോം. ഈ വാക്കുകൾക്ക് ഒരിക്കലും ഒരു പ്ലൂറൽ ഫോം ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇതാണ് ആദ്യത്തെ സവിശേഷത. അപ്പോൾ ഇത്രയും നൗൺസിന്റെ ആദ്യത്തെ സ്പെഷ്യാലിറ്റി എന്താണ്? ദീസ് വേർഡ്സ് ഡോണ്ട് ഹാവ് എ പ്ലൂറൽ ഫോം. ഇനി രണ്ടാമത്തെ സവിശേഷത, രണ്ടാമത്തെ സ്പെഷ്യാലിറ്റി ഞാൻ പറയുകയാണ്. ഇത്രയും വേർഡ്സ് നിങ്ങൾ കാണുകയാണെങ്കിൽ, ഇത്രയും വേർഡ്സ് നിങ്ങൾ കാണുകയാണെങ്കിൽ ഇതിന് ശേഷം ഇരിക്കുന്ന വെർബ് എപ്പോഴും സിംഗുലർ വെർബ് ആയിരിക്കും. ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഇത്രയും നൗൺസ് നിങ്ങൾ കാണുകയാണെങ്കിൽ ഫർണിച്ചർ, അഡ്വൈസ്, എക്യുപ്മെന്റ്, ലഗേജ്, ബാഗേജ്, ഏത് നൗണോ ആയിക്കോട്ടെ, ഈ കാറ്റഗറിയിൽ വരുന്ന ഏത് നൗണ് വന്നാലും ഇതിന് ശേഷം ഇരിക്കുന്ന വെർബ് എന്തായിരിക്കണം? സിംഗുലർ വെർബ് ആയിരിക്കണം. സിംഗുലർ വെർബ് ഏതൊക്കെയുണ്ട്? ഈസ് എഴുതാം, വാസ് എഴുതാം, ഹാസ് എഴുതാം, ഡസ് എഴുതാം. അതുപോലെ തന്നെ മെയിൻ വെർബുകളാണെങ്കിൽ, മെയിൻ വെർബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് ഇത്രയും ഓക്സിലറി വെർബാണ് കേട്ടോ. ഇത് ഇത്രയും ഓക്സിലറി വെർബാണ്. ഈസും വാസും ഹാസും ഡസും ഒക്കെ എന്താണ്? ഓക്സിലറി ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈസ് സിംഗുലർ ആണെന്നറിയാം, വാസ് സിംഗുലർ ആണെന്നറിയാം, ഹാസ് സിംഗുലർ ആണെന്നറിയാം. ഇനി ഡൂവും ഡസും കൺഫ്യൂസ്ഡ് ആവരുത്. ഡസ് എപ്പോഴും സിംഗുലർ ആണ്, ഡസ് എപ്പോഴും സിംഗുലർ ആണ്, ഡു എപ്പോഴും പ്ലൂറൽ ആണ്. അപ്പൊ ഓക്സിലറി വെർബിൽ സിംഗുലർ ഫോം ഏതൊക്കെയാണ്? ഈസ്, വാസ്, ഹാസ്, ഡസ്. ഇത്രയും സിംഗുലർ ആണ്. ഇനി മെയിൻ വെർബ് എന്താ? മെയിൻ വെർബ് എന്ന് പറയുന്നത് ഒരു നൗൺ ചെയ്യുന്ന ജോലിയാണ് കേട്ടോ. ഒരു നൗൺ ചെയ്യുന്ന ജോലിയാണ് മെയിൻ വെർബ് എന്ന് പറയുന്നത്. അപ്പൊ ദേ റൈറ്റ് മെയിൻ വെർബ് ആണ്, റൺ മെയിൻ വെർബ് ആണ്, ലേൺ മെയിൻ വെർബ് ആണ്, ടീച്ച് മെയിൻ വെർബ് ആണ്. ഇതൊക്കെ മെയിൻ വെർബ് ആണ്. അപ്പൊ മെയിൻ വെർബ് എങ്ങനെ സിംഗുലർ ആവും? ഓർത്തോളണം, മെയിൻ വെർബ് എങ്ങനെയാ സിംഗുലർ ആവുന്നത്? മെയിൻ വെർബിന്റെ കൂടെ യെസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് സിംഗുലർ വെർബായിട്ട് മാറുള്ളൂ. മെയിൻ വെർബിന്റെ കൂടെ യെസ് ഇട്ടാൽ മാത്രമേ അത് സിംഗുലർ വെർബ് ആകൂ. അപ്പൊ റൈറ്റിന്റെ സിംഗുലർ ഫോം എന്താ? റൈറ്റ്സ്. റണ്ണിന്റെ സിംഗുലർ ഫോം എന്താ? റൺസ്. ലേണിന്റെ സിംഗുലർ ഫോം ലേൺസ്. ടീച്ചിന്റെ സിംഗുലർ ഫോം ടീച്ചേഴ്സ്. കണ്ടോ? അപ്പൊ എന്ത് ശ്രദ്ധിക്കണം? ഈ നൗൺസ് വന്നു കഴിഞ്ഞാൽ, ഈ നൗൺസ് വന്നു കഴിഞ്ഞാൽ ഈ നൗൺസിന്റെ അടുത്തിരിക്കുന്ന വെർബ്, അഡ്ജസന്റ് ആയിട്ടുള്ള വെർബ് എന്ത് ഫോമിലേ വരാവൂ? സിംഗുലർ ഫോമിലേ വരാവൂ. അങ്ങനെയാണെങ്കിൽ ഓക്സിലറി വെർബുകൾ ഏതൊക്കെ സിംഗുലർ ഉണ്ട്? ഈസ്, വാസ്, ഹാസ്, ഡസ്. ഇത്രയാണ് ഓക്സിലറി വെർബിലെ സിംഗുലർ ടേംസ്. മെയിൻ വെർബിനെ എങ്ങനെ സിംഗുലർ എന്ന് വിളിക്കാം? മെയിൻ വെർബിന്റെ കൂടെ യെസ് ഇട്ട് കൊടുത്താൽ മെയിൻ വെർബ് സിംഗുലർ ആയിട്ട് മാറും. അതായത് റൈറ്റ്സ് സിംഗുലർ വെർബ് ആണ്, റൺസ്, ലേൺസ്, ടീച്ചേഴ്സ്, ബൈസ്, ബ്രിങ്സ്, നോസ്, ഗീവ്സ്, ഇതൊക്കെ എന്ത് തന്നെയാണ്? സിംഗുലർ വെർബ്സ് ആണ്. ഓക്കെ ആണ്. അപ്പൊ രണ്ട് സവിശേഷത ഇപ്പോഴേ ആയിട്ടുണ്ട്. എന്തൊക്കെയാണ് രണ്ട് സ്പെഷ്യാലിറ്റീസ്? ഒന്ന്, ഇത്രയും നൗൺസ് വന്നാൽ അടുത്തിരിക്കുന്നത് സിംഗുലർ വെർബ് ആയിരിക്കണം, അടുത്തിരിക്കുന്നത് സിംഗുലർ വെർബ് ആയിരിക്കണം. അടുത്ത കാര്യം എന്താ പറഞ്ഞത്? ഇത്രയും നൗൺസിന്റെ കൂടെ എസ് ഫോം പാടില്ല, അതായത് പ്ലൂറൽ ഫോം പറയരുത്. ഫർണിച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ജുവലറീസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പൊ മൂന്ന് സവിശേഷതയായല്ലോ. ഇതൊന്ന്, അടുത്ത പാർട്ട് രണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം,
മൂന്നാമത്തെ കാര്യവും ഈക്വലി ഇമ്പോർട്ടന്റ് തന്നെയാണ്. എടാ മൂന്നാമത്തെ കാര്യം നോക്കിക്കോളുക. ഇത്രയും നൗൺസ് നിങ്ങളൊരു സെന്റൻസിൽ കാണുകയാണെങ്കിൽ, ഇത്രയും നൗൺസ് നിങ്ങളൊരു സെന്റൻസിൽ കാണുകയാണെങ്കിൽ ഇതിനു മുൻപിൽ എ എന്ന് പറയുന്ന ആർട്ടിക്കിളോ ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിളോ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്തൊക്കെയാണ് പറയുന്നത്? ഇത്രയും നൗൺസ് കാണുകയാണെങ്കിൽ എ എന്ന് പറയുന്ന ആർട്ടിക്കിൾ യൂസ് ചെയ്യാൻ പാടില്ല, ആൻ എന്ന് പറയുന്ന ആർട്ടിക്കിളും യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ആൻ അഡ്വൈസ് എന്ന് പറയുന്നത് തെറ്റാണ്. കണ്ടോ? ആൻ എക്യുപ്മെന്റ് എന്ന് പറയുന്നത് തെറ്റാണ്. അതുപോലെ ആൻ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് തെറ്റാണ്. എ ഫർണിച്ചർ എന്ന് പറയുന്നതും തെറ്റാണ്. അപ്പൊ എന്തെന്ന് മനസ്സിലാക്കാം? ആർട്ടിക്കിൾസ് ആയ എയോ ആനോ ഇത്തരം നൗൺസിന്റെ കൂടെ യൂസ് ചെയ്യാൻ പാടില്ല. ഇനി ദ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിളും കൂടെ ഉണ്ടല്ലോ. ദ എന്ന് പറയുന്ന ആർട്ടിക്കിൾ നമുക്ക് ഒക്കേഷണലി യൂസ് ചെയ്യാം കേട്ടോ. ഒക്കേഷണലി യൂസ് ചെയ്യാം, പ്രശ്നക്കാരനല്ല. അപ്പൊ ഈ കാര്യം ഓക്കെയാണ്. അപ്പൊ രണ്ട് ആർട്ടിക്കിൾ യൂസ് ചെയ്തുകൂടാ എന്നുകൂടെ മനസ്സിലായി. അതുപോലെ തന്നെ ഇതിന്റെ കൂടെ തന്നെ മനസ്സിലാക്കുക, എയും ആനും യൂസ് ചെയ്തുകൂടാ എന്ന് നമ്മളിപ്പോ പഠിച്ചു. അതുപോലെ തന്നെയാണ് മെനി എന്ന വാക്കും ഫ്യൂ എന്ന വാക്കും നമ്പർ ഓഫ് എന്ന ഫ്രേസും. മെനി, ഫ്യൂ, നമ്പർ ഓഫ് ഇത്രയും വേർഡ്സും ഇതിനു മുൻപിൽ യൂസ് ചെയ്തുകൂടാ. അപ്പൊ എത്രത്തോളം വാക്കുകളാണ് ഇതിന്റെ മുൻപിൽ യൂസ് ചെയ്യാൻ പാടില്ലാത്തത്? ആർട്ടിക്കിൾസ് ആയ എയും ആനും യൂസ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ മെനി യൂസ് ചെയ്യാൻ പാടില്ല, ഫ്യൂ യൂസ് ചെയ്യാൻ പാടില്ല, നമ്പർ ഓഫും യൂസ് ചെയ്യാൻ പാടില്ല. അതായത് ഒരർത്ഥത്തിൽ പറഞ്ഞാൽ മെനി അഡ്വൈസ് എന്ന് പറയാൻ പാടുണ്ടോ? മെനി അഡ്വൈസ് പോട്ടെ, മെനി അഡ്വൈസസ് എന്ന് പറയാൻ പാടുണ്ടോ? ഇല്ല. ദേ അഡ്വൈസ് എന്ന നൗൺ വന്നാൽ എന്ത് ശ്രദ്ധിക്കണം? അഡ്വൈസിന്റെ മുൻപിൽ മെനി എന്ന വാക്ക് പാടില്ല. അടുത്ത് നോക്കിക്കേ, അടുത്ത് വീണ്ടും ദേ അഡ്വൈസ് കിടക്കുകയാണ്. ഇത് രണ്ടും തെറ്റാണ്. അഡ്വൈസിന്റെ മുന്നിൽ മെനി എന്ന വാക്കും പാടില്ല, ദേ അഡ്വൈസിന്റെ കൂടെ എസ് ചേർത്തും കിടക്കുകയാണ്. അപ്പൊ ഈ രണ്ട് വാക്കുകളും തെറ്റാണ്. അപ്പൊ എങ്ങനെ പറയാം? ഇപ്പൊ ദേ ഒരുപാട് അഡ്വൈസ് എന്നോട് പറയരുത്, അല്ലെങ്കിൽ എന്റെ മുൻപിൽ ഒരുപാട് ഫർണിച്ചർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും? എങ്ങനെ പറയാൻ പറ്റും? ഒന്ന് ഓർത്ത് നോക്കിക്കേ. എന്റെ മുൻപിൽ ഒരുപാട് ഫർണിച്ചർ ഉണ്ട്, എങ്ങനെ പറയാം? മെനി ഫർണിച്ചേഴ്സ് എന്ന് പറയാമോ? മെനി ഫർണിച്ചേഴ്സ് പറഞ്ഞുകൂടാ. കാരണം ഫർണിച്ചർ നമ്മൾ പഠിച്ച വാക്കാണ്. അതിന് മുൻപിൽ ദേ മെനി വന്നുകൂടാ എന്ന് പറഞ്ഞു. അതുപോലെ ഫർണിച്ചറിന്റെ കൂടെ എസ് ചേർത്തുകൂടാന്നും പറഞ്ഞു. അപ്പൊ മെനി ഫർണിച്ചേഴ്സ് പറ്റുന്നില്ല. ഇനി ഫ്യൂ ഫർണിച്ചർ എന്ന് പറയൂ? ഫ്യൂ ഫർണിച്ചർ പറയില്ല. കാരണം വീണ്ടും നോക്കിക്കേ, ഫർണിച്ചർ വന്നു, അതിന് മുന്നിൽ കിടക്കുന്നത് ഫ്യൂ ആണ്, അതും പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ നമ്പർ ഓഫ് ഫർണിച്ചർ എന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഒരുപാട് ഫർണിച്ചർ ഉണ്ട്, അല്ലെങ്കിൽ ഒരുപാട് അഡ്വൈസ് തരികയാണ്. അപ്പൊ നമ്മൾ ഇത് എന്ത് യൂസ് ചെയ്യൂടാ? എന്ത് യൂസ് ചെയ്യും? എടാ ശ്രദ്ധിച്ചേക്കണം, ഫർണിച്ചർ വന്നോട്ടെ, അഡ്വൈസ് വന്നോട്ടെ, എക്യുപ്മെന്റ് വന്നോട്ടെ, എന്ത് വേണോ വന്നോട്ടെ, അതിനെ ഒരു പ്ലൂറൽ സെൻസിൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെവറൽ ചേർത്ത് പറയാം. ഓക്കെ, ഇപ്പൊ സെവറൽ ഫർണിച്ചർ, സെവറൽ അഡ്വൈസ് എന്നൊക്കെ പറയാം കേട്ടോ. സെവറൽ ചേർത്ത് പറയാം. അതുപോലെ തന്നെ ലോട്ട് ഓഫ് ചേർത്തും പറയാം. ലോട്ട് ഓഫ് ചേർത്ത് പറയാം, സെവറൽ ചേർത്തും പറയാം. അപ്പൊ ഈ രീതിയിലൊക്കെ പറയാം. അതായത് പ്ലൂറൽ ഫോമിൽ പറയുമ്പോൾ ഏതൊക്കെ യൂസ് ചെയ്തുകൂടാ? മെനി യൂസ് ചെയ്തുകൂടാ, ഫ്യൂ യൂസ് ചെയ്തുകൂടാ, നമ്പർ ഓഫ് യൂസ് ചെയ്തുകൂടാ. ഇത്രയും ഒഴിച്ച് ബാക്കി ഏത് വേർഡിനെ വേണോ പ്ലൂറൽ സെൻസിലിട്ട് പറയാൻ പറ്റും. അതിന്റെ എക്സാമ്പിൾ ആണ് സെവറലും ലോട്ട് ഓഫും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഈ ഒറ്റ സെക്ഷനിൽ നിന്ന് പഠിക്കണം. അപ്പൊ എന്തൊക്കെയാണെന്ന് ഒന്നും കൂടെ നോക്കിക്കോളുക. നമ്മുടെ സെക്ഷൻ ഇങ്ങനെയാണ് പറഞ്ഞത്. ദേ ഇത്രയും നൗൺസ് ഉണ്ട്, കയ്യിൽ ഇത്രയും നൗൺസ് ഉണ്ട്. ഈ നൗൺസിന്റെ എല്ലാം പ്രത്യേകത എന്താണെന്ന് നോക്കി വെച്ചേക്കുക. നൗൺസിന്റെ പ്രത്യേകതകൾ എന്താണ്? ആദ്യം ഇത്രയും വേർഡ്സ് ബൈഹാർട്ട് ചെയ്യണം. ഇത്രയും വേർഡ്സ് എപ്പോഴും മെമ്മറൈസ് ചെയ്യണം. എന്നിട്ട് ഈ വാക്കുകൾ ഒരു ചോദ്യത്തിൽ വരികയാണെങ്കിൽ ഞാൻ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് മനസ്സിലാക്കണം. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്? ദേ ആദ്യത്തെ കാര്യം കിടക്കുന്നു, ഇവയ്ക്ക് എന്തില്ല? പ്ലൂറൽ ഫോം ഇല്ല. ഇവയ്ക്ക് പ്ലൂറൽ ഫോം ഇല്ല. ദേ എക്സാമ്പിൾ എഴുതിയിട്ടുണ്ട്. ഇനി
രണ്ടാമത്തെ കാര്യം എന്താ പറയുന്നത്, ഈ നൗൺസിന് ശേഷം ആര് വരണം, സിംഗുലർ വെർബ് വരണം. സിംഗുലർ വെർബിന്റെ ഓക്സിലറി ഫോം എഴുതിയിട്ടുണ്ട്, മെയിൻ വെർബ് എപ്പോ സിംഗുലർ ആവുമെന്നും എഴുതിയിട്ടുണ്ട്. രണ്ട് രീതിയും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സ്പെഷ്യാലിറ്റി എന്താ പറയുന്നത്, ഇത്രയും നൗൺസിന്റെ കൂടെ ആരൊക്കെ പാടില്ല, എയും ആനും പാടില്ല. രണ്ട് ആർട്ടിക്കിളായ എയും ആനും പാടില്ല. അതുപോലെ ആരൊക്കെ പാടില്ല, മെനി പാടില്ല, ഫ്യൂ പാടില്ല, നമ്പർ ഓഫ് പാടില്ല. ഇത്രയും വാക്കുകൾ ഈ നൗൺസിന്റെ കൂടെ യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഈ നൗൺസിനെ പ്ലൂറൽ സെൻസിൽ എങ്ങനെ യൂസ് ചെയ്യരുതെന്നും അതിനെ എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഒരു പ്ലൂറൽ ഫോം ആക്കണമെന്നും എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെക്കണം. ഇത്രയും കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് സെക്ഷനിലേക്ക് പോവാം. ദാ നോക്കിക്കോളുക, ഇനി സുഖമായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് നോക്കിക്കേ, ദ കാർപ്പന്റർ കെപ്റ്റ് ദ ഫർണിച്ചർ ഇൻ എ ബാക്ക്യാർഡ് ഓഫ് ഹിസ് ഹൗസ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ വലിയ പ്രശ്നമില്ല. പക്ഷെ ഇവിടെ നോക്കുക, ദേ പഠിച്ച വാക്കുണ്ട് കേട്ടോ. പഠിച്ച വാക്കാണ് 4 ഓപ്ഷനിലും കിടക്കുന്നത്, പഠിച്ച വാക്ക്. അപ്പൊ ഈ ഫർണിച്ചർ എന്ന് പറയുന്ന വാക്കിന്റെ റൂൾ അനുസരിച്ചിട്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻ വരുന്നത്. ബാക്കി ലാംഗ്വേജും കൂടെ വെച്ച് ചെയ്യാം. അപ്പൊ നോക്കിക്കേ, ദ കാർപ്പന്റർ കെപ്റ്റ് ദ ഫർണിച്ചർ ഇൻ എ ബാക്ക്യാർഡ്. കണ്ടോ, എ ബാക്ക്യാർഡ് എന്ന് വരുമോ? ഇൻ എ ബാക്ക്യാർഡ് അല്ല, ഇൻ ദ ബാക്ക്യാർഡ് എന്നേ നമ്മൾ പറയൂ കേട്ടോ. ഇൻ ദ ബാക്ക്യാർഡ് എന്നേ നമ്മൾ പറയൂ, ഇൻ എ ബാക്ക്യാർഡ് എന്ന് പറയില്ല. അപ്പൊ അതെ, ഫസ്റ്റ് പാർട്ട് തെറ്റായി, ഫസ്റ്റ് പാർട്ട് തെറ്റായി. ഇനി ഫോർത്ത് പാർട്ട് ഒന്ന് വായിച്ചു നോക്കിക്കേ. ഫോർത്ത് പാർട്ട്, ദ കാർപ്പന്റർ കെപ്റ്റ് ദ ഫർണിച്ചർ ഇൻ ബാക്ക്യാർഡ് ഓഫ് ഹിസ് ഹൗസ്. ദേ ബാക്ക്യാർഡ് ഒരു നൗൺ ആണ്, ബാക്ക്യാർഡ് ഒരു നൗൺ ആണ്. അപ്പൊ നൗണിന് മുന്നിൽ എന്ത് യൂസ് ചെയ്യണം, നൗണിന് മുന്നിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്യുക. നൗണിന് മുന്നിൽ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ യൂസ് ചെയ്യുക. നമ്മളിത് ഇപ്പൊ പറഞ്ഞതുപോലെ എന്തെന്നേ പറയൂ, ദ ബാക്ക്യാർഡ് എന്നേ പറയുള്ളൂ. അപ്പൊ ഇവിടെ നോക്കിക്കേ, വീണ്ടും ഒരു ആർട്ടിക്കിൾ ഇല്ല, ഇവിടെ ആർട്ടിക്കിൾ ഇല്ല. ദ കാർപ്പന്റർ കെപ്റ്റ് ദ ഫർണിച്ചർ ഇൻ ബാക്ക്യാർഡ് എന്ന് പറയില്ല, തെറ്റാണ്. അടുത്ത തേർഡിലോട്ട് വന്നേ, ദ കാർപ്പന്റർ കെപ്റ്റ് എ ഫർണിച്ചർ ഇൻ ദ ബാക്ക്യാർഡ് ഓഫ് ഹിസ് ഹൗസ്. ഇവിടെ നോക്കിക്കേ, ദ ബാക്ക്യാർഡ് എന്ന് വന്നു, ദ ബാക്ക്യാർഡ് എന്ന് വന്നു. ഇനി നമ്മൾ റൂൾ അപ്ലൈ ചെയ്ത് നോക്കണം. റൂൾ നോക്കിക്കേ, ദ ബാക്ക്യാർഡ് കറക്റ്റ് ആയി, ഫർണിച്ചർ കണ്ടു, ഫർണിച്ചറിൽ റൂൾ അപ്ലൈ ചെയ്തേ. ഫർണിച്ചറിന്റെ കൂടെ യെസ് ഫോം ഇല്ല, ഓക്കെ കറക്റ്റ് ആണ്, ഫർണിച്ചർ എന്നേ വന്നിട്ടുള്ളൂ. ഇനി ഫർണിച്ചറിന് ശേഷം കിടക്കേണ്ട വെർബ് സിംഗുലർ ആണ് എന്ന് പറഞ്ഞു. പക്ഷെ ഫർണിച്ചറിന് ശേഷം ഇവിടെ വെർബ് ഒന്നുമില്ല. ഇൻ പ്രിപ്പോസിഷൻ ആണ്, ദ ബാക്ക്യാർഡ് നൗൺ ആണ്, ഓഫ് അഗെയിൻ പ്രിപ്പോസിഷൻ ആണ്, ഹിസ് ഹൗസ് എന്നൊക്കെ പറഞ്ഞ് പ്രെഡിക്കേറ്റീവ് പാർട്ടി പോവും. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഫർണിച്ചറിന് ശേഷം എന്തില്ല, വെർബില്ല. അപ്പോ വെർബിന്റെ കാര്യം കൺസിഡർ ചെയ്യണ്ട. ഇനി ഫർണിച്ചറിന് മുന്നിൽ എന്തൊക്കെ യൂസ് ചെയ്തുകൂടാ, ദേ എയും ആനും യൂസ് ചെയ്തുകൂടാ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ തേർഡ് ഓപ്ഷനും എന്തായി, തെറ്റായി. എ ഫർണിച്ചർ എന്ന് പറയരുത്. ഇനി അടുത്ത നോക്കിക്കേ, ഓഫ് കോഴ്സ് ഇത് 3ഉം തെറ്റാവുമ്പോ ഏത് ശരിയാവും, 2 ശരിയാവും കേട്ടോ. അതിനെ ഒന്ന് കറക്റ്റും കൂടെ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. ദ കാർപ്പന്റർ കറക്റ്റ്, കെപ്റ്റ് കറക്റ്റ്, ദേ ഫർണിച്ചർ, ഫർണിച്ചറിന്റെ മുൻപിൽ എയും ഇല്ല ആനും ഇല്ല. ഇനി ഞാൻ പറഞ്ഞു ഒക്കേഷണലി നമുക്ക് ദ യൂസ് ചെയ്യാം. ഇവിടെ ദ കൊടുത്തിട്ടുമല്ല, കുറച്ചും കൂടെ പെർഫെക്റ്റ് ആണ്. എയും ഇല്ല ആനും ഇല്ല ദയും ഇല്ല. അപ്പൊ ദേ ഫർണിച്ചർ എന്ന് മാത്രം വന്നു, ഫർണിച്ചറിന്റെ കൂടെ യെസ് ഇല്ല, അതുകൊണ്ട് ഫർണിച്ചർ ദേ കറക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് വന്നു. അത് കഴിഞ്ഞ് ദേ ബാക്ക്യാർഡിന് മുൻപിലായിട്ട് ദ കിടക്കുകയാണ്. അപ്പൊ ഇതെല്ലാം വെച്ച് നോക്കുമ്പോ സെക്കൻഡ് പാർട്ട് ശരിയായിട്ട് വരും, സെക്കൻഡ് പാർട്ട് കറക്റ്റ് ആയിട്ട് വരും. അപ്പൊ നോക്കിക്കോളുക, ഈ ഇത്രയും നൗൺസ് വെച്ച് പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്, പല രീതിയിൽ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒരു വർഷം SSC ചോദിച്ചതാണ്, മൈ ഫാദർ യൂസ് ടു ഗീവ് മീ മെനി അഡ്വൈസസ്. കണ്ടോ, ഒരു വർഷം SSC ഇങ്ങനെയാണ് ചോദിച്ചത്, മൈ ഫാദർ യൂസ്ഡ് ടു ഗീവ് മീ മെനി അഡ്വൈസസ്. ശരിയാകോ നോക്കിയേ, ദേ അഡ്വൈസ് കിടക്കുകയാണ്, അഡ്വൈസിന്റെ യെസ് ഫോം ചേർത്ത് കിടക്കുകയാണ്. അവിടെ പോയി കാര്യം, അവിടെ പോയി. വീണ്ടും എന്ത് ചെയ്യാണ്, അഡ്വൈസിന് മുന്നിൽ മെനിയും കൂടെ ഇട്ട് എഴുതിയിരിക്കുകയാണ്. അതൊക്കെ തെറ്റാണ്. അപ്പൊ ഇവിടെ സെവറൽ അഡ്വൈസ് എന്നോ മച്ച് അഡ്വൈസ് എന്നോ ലോട്ട് ഓഫ് അഡ്വൈസ് എന്നോ ഒക്കെ ചേർത്ത് എഴുതാം. പക്ഷെ മെനി അഡ്വൈസസ് എന്ന് പറയരുത്, ആ ഭാഗം എറർ ആയിട്ട് മാറും.
ഓക്കെ ആണോ? അപ്പൊ ഇത്രയും നൗൺസ് ഓർത്ത് വെച്ചേക്കുക. വളരെ പ്രധാനമാണ്, വളരെ പ്രധാനപ്പെട്ട സെക്ഷൻ ആണ്. നൗണിൽ നിന്നുള്ള ഈ സെക്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. SSC ആയിക്കോട്ടെ, ബാങ്ക് ആയിക്കോട്ടെ, ഇതിനെല്ലാം കോമൺ ആയിട്ട് വരുന്ന ഒരു റിപ്പീറ്റഡ് ടോപ്പിക് ആണ് നൗണിലെ ഈ റൂൾ എന്ന് പറയുന്നത്. ഓക്കെ ആണ്? അപ്പൊ നൗണിൽ നിന്നുള്ള ഫസ്റ്റ് സെക്ഷൻ, അതിന്റെ റൂൾസ് ഓക്കെ ആണ്. അതിനെ കണക്ട് ചെയ്ത് ക്വസ്റ്റ്യൻ വന്നാൽ എങ്ങനെ ക്രാക്ക് ചെയ്യണം, ഇതൊക്കെ നമ്മുടെ മനസ്സിലിപ്പോ ഉണ്ട്. ഓക്കെ ആണ്? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കിനി അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോളുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. We should always dash our best to help others. ഓപ്ഷൻ ആയിട്ടുണ്ട് ഡൺ ഉണ്ട്, ഡു, ഡിഡ്, ഡസ്. 4 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെടുക്കാം? അപ്പൊ നമുക്ക് റൂൾ അറിഞ്ഞുകൂടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഓരോ ഓപ്ഷനായിട്ട് ബ്ലാങ്കിൽ പ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കും. എന്നിട്ട് ഏത് ഓപ്ഷൻ ആണോ ലാംഗ്വേജ് വെച്ച് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അതിലങ്ങ് കുത്തും. ഇങ്ങനെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അല്ലേ? പക്ഷെ ഇങ്ങനെ ഒരു ചോദ്യം വരുമ്പോ ബ്ലാങ്ക് ഫിൽ ചെയ്യാനോ എറർ സ്പോട്ടിങ്ങിനോ ഒക്കെ വരുമ്പോ ഗ്രാമാറ്റിക്കൽ കൺസിഡറേഷൻ കൊടുക്കേണ്ട ചോദ്യങ്ങൾക്ക് റൂൾ അപ്ലൈ ചെയ്ത് തന്നെ പോവുക. റൂൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരു നെർവസ്നെസ് അല്ലെങ്കിൽ ഒരു ആങ്ഷ്യസ്നെസ് അതൊന്നും കാണില്ല. നമുക്ക് പെർഫെക്റ്റ് ആയിട്ട്, വളരെ പെർഫെക്റ്റ് ആയിട്ട്, കോൺഫിഡന്റ് ആയിട്ട് വളരെ സമയ ചുരുക്കത്തിൽ ചെയ്തിട്ട് പോകാൻ പറ്റും. ഓക്കെ ആണല്ലോ? അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം എങ്ങനെ ക്രാക്ക് ചെയ്യണോ നോക്കാം. എടാ, നമ്മൾ ഫസ്റ്റ് സെക്ഷൻ പഠിച്ചത് നൗണിനെ ബേസ് ചെയ്തിട്ടുള്ള റൂൾ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ നൗണിൽ നിന്ന് ഒരു പാർട്ട് നമ്മൾ പഠിച്ചെടുത്തു. അടുത്ത് നോക്കിക്കോളുക, ഇത് വെർബിൽ നിന്നുള്ള പാർട്ടാണ് കേട്ടോ. അപ്പൊ നൗണിൽ നിന്നൊരു സെക്ഷൻ കഴിഞ്ഞു. ഇനി വെർബിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടന്റ് സെക്ഷൻ നോക്കാം. നോക്കിക്കോളുക. എടാ, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇനി ഏത് രീതിയിൽ ചോദിച്ചാലും, എങ്ങനെ ചോദിച്ചാലും, ബ്ലാങ്ക് ആയിക്കോട്ടെ, സ്പോട്ട് ദ എറർ ആയിക്കോട്ടെ, എങ്ങനെ വേണോ ആയിക്കോട്ടെ, അതെങ്ങനെ ക്രാക്ക് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ സെക്ഷൻ ശ്രദ്ധിച്ച് കേട്ടോളുക. വീണ്ടും വളരെ പ്രധാനമാണ്. SSCയുടെ MTS മാത്രമല്ല, ഹൈ ലെവൽ പോസ്റ്റുകൾക്കും CHSലും CGLനും ഒക്കെ ഇതിൽ നിന്ന് റിപ്പീറ്റ് അടിച്ച ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ക്രാക്ക് ചെയ്യണോ നോക്കിക്കോളുക. മാർക്ക് ചെയ്തോളുക. റൂൾസ് ഓഫ് V1 എന്ന് മാർക്ക് ചെയ്യുക. റൂൾസ് ഓഫ് V1 എന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ ആണ്? അപ്പൊ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ V1, V2, V3 അതിന്റെ ഒരു ധാരണ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ പറയാണ്, V1, V2, V3 കുറച്ച് എക്സാമ്പിൾസ് ഞാൻ എഴുതുകയാണ്. V1 കം ആണെങ്കിൽ V2 എന്ത് വരും? കെയും വരും. V3 എന്ത് വരും? എഗെയിൻ കം വരും കേട്ടോ. കം, കെയും, കം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ വരില്ലേ? ഈ കംസ് എന്ന് പറയുന്ന വാക്ക് പിന്നെ എവിടെ വരും? കംസ് എന്നൊരു വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ട്, അത് എവിടെ വരും എന്നൊരു കൺഫ്യൂഷൻ വരില്ലേ? അപ്പൊ എവിടെയാ കംസ് വരേണ്ടത്? എടാ നോക്കിക്കൊള്ളണം. കം എന്ന് പറയുന്നത് എസ് ഇല്ലാത്ത വെർബാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു വെർബിന്റെ കൂടെ എസ് ഇല്ലെങ്കിൽ അതെന്തായിട്ട് മാറും? പ്ലൂറൽ വെർബായിട്ട് മാറും. ഒരു വെർബിന്റെ കൂടെ എസ് ഇല്ലെങ്കിൽ അത് പ്ലൂറൽ വെർബായിട്ട് മാറും. എന്നിട്ട് നമ്മൾ ഇത് ഇപ്പോഴും പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു, ഒരു വെർബിന്റെ കൂടെ എസ് ഉണ്ടെങ്കിൽ, നേരത്തെ എഴുതിയത് ഓർമ്മയുണ്ടോ? റൈറ്റ്സ്, ടീച്ചേഴ്സ്, റൺസ്. അതായത് വെർബിന്റെ കൂടെ എസ് ഉണ്ടെങ്കിൽ അതെന്തായിട്ട് മാറും? സിംഗുലർ വെർബായിട്ട് മാറും. ഓക്കെ ആണോ? അതായത് ഇവിടെ V1 താഴെ വരുന്നത് പ്ലൂറൽ വെർബായ കമ്മും വരാം, സിംഗുലർ വെർബായ കംസും വരാം. രണ്ടും സാറ്റിസ്ഫൈഡ് ആണ്. കമ്മും വരാം, കംസും വരാം. ഈ കമ്മിന്റെയും കംസിന്റെയും V2 ആണ് എന്ത്? കെയും എന്ന് പറയുന്നത്. ഇതിന്റെ V3 ആണ് എന്ത്? എഗെയിൻ കം എന്ന് പറയുന്നത്. ഇതുപോലെയാണ് നമ്മൾ പറയുന്നത് റണ്ണും റൺസും. കണ്ടോ? റൺ പ്ലൂറൽ ആണ്, റൺസ് സിംഗുലർ ആണ്. ഇതിന്റെ V2 എന്താണ്? റാൻ. V3 എഗെയിൻ എന്ത് വരും? റൺ വരും. ഇനി നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവരുത്. ഈ V3 കമ്മും റണ്ണും എഴുതിയിട്ടുണ്ട്. ഇതിന്റെ കൂടെ വീണ്ടും എസ് ഫോം ഇട്ട് പറയരുത് കേട്ടോ. V3 എന്ന് പറയുമ്പോൾ ഒരൊറ്റ ഫോമേ കാണുള്ളൂ. വെർബിന്റെ തേർഡ് ഫോം എന്ന് പറയുന്നത് എഗെയിൻ പാസ്റ്റ് ഫോം ആണ്, പാസ്റ്റിൽ ഉൾപ്പെടുന്ന ഫോം ആണ്. അതുകൊണ്ട് V3 താഴെ കിടക്കുന്ന ഈ വെർബുകൾക്ക് എസ് ഫോം ഇല്ല, ഒറ്റ ഫോമേ ഉള്ളൂ. മനസ്സിലാക്കിക്കൊള്ളുക. ഇനി അടുത്ത് നോക്കിക്കേ, ഡൂവും ഡെസ്സും.
ഡൂവും ഡസും. ഡു പ്ലൂറൽ ആണ്, ഡസ് സിംഗുലർ ആണ്. അപ്പൊ ഡൂവും ഡസും എവിടെ വരും? V1 വരും. ഈ ഡൂവിന്റെയും ഡസിന്റെയും V2 എന്ത് വരും? ഡിഡ് വരും. കണ്ടോ, ഡൂവിന്റെയും ഡസിന്റെയും V2 എന്താണ്? ഡിഡ് ആണ്. ഇതിന്റെ V3 എന്ത് വരും? ഡൺ വരും. V3 വരുന്നത് ഡണ്ണിന്റെ ഫോമിലാണ്. അടുത്ത് നോക്കിക്കോളുക, ഗോയും ഗോസും. കണ്ടോ, ഗോ പ്ലൂറൽ ആണ്, ഗോസ് സിംഗുലർ ആണ്. അപ്പൊ ഗോയും ഗോസും എന്തിൽ വന്നു? V1 വന്നു. ഇതിന്റെ V2 എന്ത് പറയും? വെന്റ് എന്ന് പറയും കേട്ടോ. V2 വെന്റ് എന്ന് പറയും. V3 എന്ന് പറയുന്നതോ ഗോൺ ആയിരിക്കും. V3 എന്ന് പറയുന്നത് ഗോൺ ആയിരിക്കും. അതുപോലെ നമ്മൾ എപ്പോഴും തെറ്റിക്കുന്നതാണ് ബൈ. BUY ബൈ. ബൈയെ എന്തൊക്കെ പറയാം? ബൈ പ്ലൂറൽ ആണ്, ബൈസ് സിംഗുലർ ആണ്. ഈ ബൈയുടെയും ബൈസിന്റെയും V2 ഫോം എന്ത് വരും? എടാ ബോട്ട് ആണ് കേട്ടോ, ബ്രോട്ട് അല്ല, ബോട്ട് ആണ്. V2ഉം V3യും എന്ത് തന്നെയാണ്? ബോട്ട് ആണ്. അടുത്ത ബ്രിങ് എടുക്കുകയാണ്, ബ്രിങ്ങും ബ്രിങ്സും. ബ്രിങ്ങും ബ്രിങ്സും എടുക്കുകയാണ്. ഇതിന്റെ V2 എന്ത് വരും? ബ്രോട്ട് എന്ന് വരും. V3യും എന്ത് തന്നെയാണ്? ബ്രോട്ട് ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് V1, V2, V3. അപ്പൊ നോക്കിക്കേ, V1ന്റെ താഴെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കിട്ടി. V2ന്റെ താഴെ കറസ്പോണ്ടിങ് V1ന്റെ V2 കിട്ടി, V3യും കിട്ടി. ഇപ്പൊ എന്താണ് V1, എന്താണ് V2, എന്താണ് V3 എന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നമ്മൾ ടെൻസിന്റെ സെക്ഷനിലോട്ട് പോകുമ്പോൾ ഇത് കറക്റ്റ് എന്താണ്, ഇതിന്റെ ഡെഫിനിഷൻ എന്താണ്, അതൊക്കെ നമ്മൾ പഠിക്കും കേട്ടോ. ഇപ്പൊ ഇത് ഇത്രയും മാത്രം ഒന്ന് അവയർഡ് ആയിട്ട് ഇരിക്കുക, ഒന്ന് പരിചയപ്പെട്ട് വെക്കുക. V1 എന്ന് പറയുന്നത് പ്ലൂറൽ വെർബും വരും, സിംഗുലർ വെർബും വരും. എസ്സോട് കൂടിയതും എസ് ഇല്ലാത്തതും. V2 എന്ന് പറയുന്നത് പാസ്റ്റ് ടെൻസ്, കമ്മിന്റെ കെയും, റണ്ണിന്റെ റാൻ, ഡൂവിന്റെ ഡിഡ്, അങ്ങനെ പോകും. ഇനി V3 എന്ന് പറയുന്നതോ തേർഡ് ഫോം, വെർബിന്റെ തേർഡ് ഫോം, അത് പഠിച്ചിരിക്കണം. ഡൂവിന്റെ ഡൺ വരും, ഗോയുടെ ഗോൺ വരും. ഇനി നോ ആണെങ്കിലോ നോ, ന്യൂ, നോൺ. ടേക്ക് ആണെങ്കിലോ ടേക്ക്, ടുക്ക്, ടേക്കൺ, അങ്ങനെ പോകും. ഓക്കെ ആണ്. അപ്പോ ആദ്യത്തെ കാര്യം ഞാൻ പറയാൻ പോവാണ്. നമ്മളിത് ഹെഡിങ് എഴുതി വെച്ചിരിക്കുന്നത് റൂൾസ് ഓഫ് V1 എന്നാണ്. കണ്ടോ, അതായത് ഈ V1 കാറ്റഗറിയിലുള്ള വെർബുകൾ വന്നു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. ഓക്കെ ആണോ? റൂൾസ് ഓഫ് V1 പറയാൻ പോവാണ്. ആദ്യത്തെ കാര്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോളുക. എടാ നോക്കിക്കൊള്ളണം, ഡു ഓർ, ഡസ് ഓർ, ഡിഡ്. ഓക്കെ ആണ്. 3 വെർബുകൾ, ഡു വന്നാലോ, ഡസ് വന്നാലോ, ഡിഡ് വന്നാലോ, ഡു, ഡസ്, ഡിഡ്. ഈ 3 ആൾക്കാരില് ആര് വന്നാലും അടുത്തിരിക്കേണ്ടയാള് വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കണം. ഇനിയും നോക്കിക്കൊള്ളണം. വെർബിന്റെ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് 2 രീതിയിൽ പറയും. പ്ലൂറൽ ആയിട്ടും പറയും, സിംഗുലർ ആയിട്ടും പറയും. സെറ്റാക്കി വെച്ച്, വെർബിന്റെ ഫസ്റ്റ് ഫോം എന്ന് പറയുന്നത് പ്ലൂറൽ ആയിട്ടും പറയും, സിംഗുലർ ആയിട്ടും പറയും. അപ്പൊ ഇവിടെ യൂസ് ചെയ്യേണ്ട V1 എന്ന് പറയുന്നത് എസ് ഇല്ലാത്ത V1 ആയിരിക്കണം. അതായത് പ്ലൂറൽ വെർബ് ആയിരിക്കണം. സെറ്റാക്കി വെച്ച് ആദ്യത്തെ കൺസെപ്റ്റ് സെറ്റാക്കുക, ആദ്യത്തെ കൺസെപ്റ്റ് റെഡിയാക്കുക. അതായത് ഡു വന്നാലോ, ഡസ് വന്നാലോ, ഡിഡ് വന്നാലോ, ഡു, ഡസ്, ഡിഡ്, ഈ 3 പേരില് ആര് വന്നാലും അടുത്തിരിക്കേണ്ട ആൾ ആരായിരിക്കണം? വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കണം. വെർബിന്റെ ഫസ്റ്റ് ഫോമിൽ ആരായിരിക്കണം? എസ് ഇല്ലാത്ത വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കണം. ഈ റൂൾ ആദ്യം എന്റെ കൂടെ അങ്ങ് മെമ്മറൈസ് ചെയ്ത് വരിക. നമ്മൾ ഏത് റൂള് പഠിച്ചാലും, ഇംഗ്ലീഷ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഏത് റൂള് പഠിച്ചാലും അതെല്ലാം എക്സാമ്പിളിൽ അപ്ലൈ ചെയ്യും വരെയും അത് നമുക്കൊരു ഫിക്ഷൻ ആയിരിക്കും, ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഈ റൂൾ ഒന്ന് മെമ്മറൈസ് ചെയ്ത് വെക്കുക. നമ്മൾ എക്സാമ്പിളിൽ അപ്ലൈ ചെയ്ത് പ്രോ ആക്കി വിടും. അപ്പൊ നോക്കിക്കേ, 3 വെർബുകൾ, ഡു, ഡസ്, ഡിഡ്. ഇതിന്റെ കൂടെ ഇരിക്കുന്ന വെർബ് എന്തായിരിക്കണം? ഫസ്റ്റ് ഫോം ആയിരിക്കണം. അതും എസ് ഇല്ലാത്ത ഫസ്റ്റ് ഫോം ആയിരിക്കണം. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കൊള്ളുക, ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കൊള്ളണം. എടാ ഡു ഗേവ് എന്ന് പറയൂ. ഓർത്ത് നോക്കിക്കേ, ഡു ഗേവ് എന്ന് പറയാമോ? പറഞ്ഞുകൂടാ. കാരണം എന്താ? ഡു ഗേവ് എന്ന് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ?
ഓർത്ത് നോക്കിക്കേ, നമ്മൾ ഇപ്പൊ പഠിച്ചതേ ഉള്ളൂ. ഡൂവിന് ശേഷം ആരേ വരാവൂ? വെർബിന്റെ ഫസ്റ്റ് ഫോമും വരണം, അതും എസ് ഇല്ലാത്ത ആളായിരിക്കണം. അപ്പൊ ഇവനെ എങ്ങനെ മാറ്റാം? ഡു ഗേവിനെ എങ്ങനെ മാറ്റാം? നോക്കിക്കോള്, ഗേവ് എന്ന് പറയുന്നത് എന്താണ്? V2 ആണ് കേട്ടോ. ഗേവ് V2 ആണ്. ഇതിന്റെ V1 എന്ത് വരും? ഗീവ് എന്നും വരും, ഗീവ്സ് എന്നും വരും. ഗീവ് എന്നും വരാം, ഗീവ്സ് എന്നും വരാം. ഇവന്റെ V3 എന്ത് വരും? ഗിവൺ എന്ന് വരും. കണ്ടോ? ഗീവ് ഓർ ഗീവ്സ്, അതിന്റെ V2 ഗേവ്, V3 ഗിവൺ. അപ്പൊ ഇവന്റെ V1 എന്ത് കിട്ടി? ഗീവ് അല്ലെങ്കിൽ ഗീവ്സ് എന്ന് കിട്ടി. ഇനി ഡൂവിന്റെ കൂടെ ആരേ വരുവുള്ളൂ? ഗീവ്സ് വരുവോ? എസ് ഉള്ള വെർബ് വരുവോ? വരില്ല. എസ് ഇല്ലാത്ത വെർബേ വരൂ. അപ്പൊ ഡു ഗേവ് എന്നുള്ളത് എങ്ങനെ മാറ്റാം? ഡു ഗീവ് ആക്കി മാറ്റാം. ഓക്കെ ആണ്, ഡു ഗീവ് ആക്കി മാറ്റാം. ഇനി അതുപോലെ വരും ഡിഡ് ടേക്കൺ. നോക്കിക്കേ, ഡിഡ് ടേക്കൺ. ഇങ്ങനെ ഒരു ഫ്രേസ് പറയാമോ? ഡിഡ് ടേക്കൺ പറഞ്ഞുകൂടാ, തീർച്ചയായിട്ടും പറഞ്ഞുകൂടാ. ഒന്ന് നോക്കിക്കേ, ഡിഡ് നമ്മൾ കണ്ടു. ഡിഡിന് ശേഷം ആരേ വരാവൂ? V1 വരാവൂ, എസ് ഇല്ലാത്ത V1. അപ്പൊ നോക്കിക്കേ, ടേക്കൺ V3 ആണ് കേട്ടോ. ടേക്കൺ V3 ആണ്. അതായത് ടേക്ക്, ടുക്ക്, ടേക്കൺ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ ടേക്ക് V1, ടുക്ക് V2, ടേക്കൺ V3. അപ്പൊ ഡിഡ് പ്ലസ് V1 ചേർത്ത് പറയുമ്പോ എങ്ങനെ വരണം? ഡിഡ് ടേക്കൺ തെറ്റാണ്, അതിനെ മാറ്റുമ്പോ ഡിഡ് ടേക്ക് എന്ന് പറയാം. കണ്ടോ? ഡിഡ് ടേക്ക് എന്ന് പറയാം. അടുത്ത നോക്കിക്കേ, ഡസ് ബൈസ്. ഡസ് ബൈസ് പറയാമോ? ഡസ് ബൈസ് പറഞ്ഞുകൂടാ. എഗെയിൻ തീർച്ചയായിട്ടും പറഞ്ഞുകൂടാ. എന്താ നോക്കിക്കേ, ഡസ് വന്നു. എഗെയിൻ നമ്മൾ എന്ത് പഠിച്ചു? ഡസിന് ശേഷം V1 ആയിരിക്കണം, അതും എസ് ഇല്ലാത്ത V1 ആയിരിക്കണം. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഡസ് ബൈ എന്ന് പറയാം. സെറ്റാക്കി വെച്ചേ. ഈ 3 എക്സാമ്പിൾ നോക്കി റെഡിയാക്കി വെച്ചേക്കുക. ഡു ഗേവ് എന്ന് പറയുന്നത് തെറ്റാണ്, അതിനെ നമ്മൾ ഡു ഗീവ് ആക്കി. ഡിഡ് ടേക്കൺ തെറ്റാണ്, അതിനെ ഡിഡ് ടേക്ക് ആക്കി. ഡസ് ബൈസ് എന്ന് പറയുന്നത് തെറ്റാണ്, അതിനെ ഡസ് ബൈ ആക്കി. ഓക്കെ ആണ്. ഇതുപോലെ നമുക്ക് പല രീതിയിലും എക്സാമ്പിൾ പറയാൻ പറ്റും. ഒരുപാട് രീതിയിൽ എക്സാമ്പിൾ പറയാൻ പറ്റും. ഡു കംസ് ശരിയാവൂ? ഡു കംസ് എഗെയിൻ തെറ്റാണ്. ഡു കംസ് എന്ന് പറയരുത്. എങ്ങനെ പറയാവൂ? ഡു കം എന്ന് പറയാം. ഡു കം എന്ന് പറയുന്നത് ശരിയാണ്, പക്ഷെ ഡു കംസ് തെറ്റാണ്. അതുപോലെ നമുക്ക് പറയാം ഡിഡ് നോസ്. ഡിഡ് നോസ് നോക്കിക്കേ, തെറ്റാണ്. ഡിഡ് നോസ് തെറ്റാണ്. വെർബിന്റെ കൂടെ എസ് കിടക്കുകയാണ്. എങ്ങനെ പറയാവൂ? ഡിഡ് നോ എന്നേ പറയാവൂ കേട്ടോ. ഡിഡ് നോ എന്നേ പറയാവൂ. ഇതൊക്കെ നോക്കി വെച്ചേക്കണം. ഇപ്പൊ ഒരു ധാരണ കിട്ടിക്കാണും. ഡു വന്നാലും ഡസ് വന്നാലും ഡിഡ് വന്നാലും, ഡു വന്നോട്ടെ, ഡസ് വന്നോട്ടെ, ഡിഡ് വന്നോട്ടെ, അതിന്റെ അടുത്തിരിക്കുന്നത് ആരൊക്കെ ആവാൻ പാടില്ല? വെർബിന്റെ സെക്കൻഡ് ഫോം. വെർബിന്റെ സെക്കൻഡ് ഫോം ആവാൻ പാടില്ല. വെർബിന്റെ തേർഡ് ഫോം ആവാൻ പാടില്ല. വെർബിന്റെ ഫസ്റ്റ് ഫോമിലെ എസ് ചേർത്ത ഫോമും ആകാൻ പാടില്ല. അപ്പൊ 3 കാര്യങ്ങൾ ഇവരുടെ അടുത്ത് വരരുത്. V2 വരരുത്, V3 വരരുത്, എസ്സോട് കൂടിയ V1 വരരുത്. എസ് ഇല്ലാത്ത V1 മാത്രമേ വരാവൂ. സെറ്റാണ്, സെറ്റാണ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ കാര്യം ഇത്രയേ ഉണ്ടെന്ന് നോക്കി വെച്ചേക്കുക. റൂൾ കയ്യിൽ കിടപ്പുണ്ട്. ഫസ്റ്റ് കൺസെപ്റ്റ് കയ്യിലുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു കൺസെപ്റ്റും കൂടെ ഇതിന്റെ കൂടെ വേണം കേട്ടോ. ഒരു കൺസെപ്റ്റും കൂടെ വേണം, എങ്കിലേ റൂൾസ് ഓഫ് V1 സെറ്റ് ആവുള്ളൂ. അപ്പൊ അടുത്ത കൺസെപ്റ്റ് നോക്കിക്കോളുക. അടുത്ത കൺസെപ്റ്റ് പറയുന്നത് ഇതാണ്. 4 മോഡൽ ഓക്സിലറി വെർബ് ഷുഡ്, വുഡ്, കുഡ്, മൈറ്റ്. നോക്കിക്കേ, 4 മോഡൽ ഓക്സിലറി വെർബ് ഉണ്ട്. ഷുഡ്, വുഡ്, കുഡ്, മൈറ്റ്. ഈ 4 ഓക്സിലറി വെർബ് വന്നാലും, ഇത് മോഡൽ ഓക്സിലറി ആണ് കേട്ടോ. വിൽ, വുഡ്, ഷാൽ, ഷുഡ്, ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഇതൊക്കെ എന്താണ്? മോഡൽ ഓക്സിലറി വെർബുകളാണ്. അപ്പൊ ഈ 4 മോഡൽ ഓക്സിലറി വന്നാലും ഇതിന്റെ അടുത്ത് കിടക്കുന്നയാള് വീണ്ടും വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കണം. എസ് ഇല്ലാത്ത വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കണം. എഗെയിൻ സെറ്റാക്കി. ഇതോടുകൂടി റൂൾസ് ഓഫ് V1 കഴിയും. അപ്പൊ V1 എന്തൊക്കെയാണ് പറയുന്നത്? V1ന്റെ അടുത്ത് വരുന്ന റൂൾസ് എന്തൊക്കെയാണെന്ന് നോക്കി വെച്ചേക്കുക. ഡു, ഡസ്, ഡിഡ് വന്നാൽ അടുത്തിരിക്കുന്നത് V1 ആയിരിക്കണം, എസ് ഇല്ലാത്ത V1 ആയിരിക്കണം. അതുപോലെ തന്നെ ഷുഡ്, വുഡ്, കുഡ്, മൈറ്റ്, ഈ 4 മോഡൽ ഓക്സിലറി വെർബ് വന്നാലും അടുത്തിരിക്കുന്നത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കണം,
എഗെയിൻ എസ് ഇല്ലാത്ത വെർബിന്റെ ഫസ്റ്റ് ഫോം ആയിരിക്കണം. ഓക്കെ, അപ്പൊ നേരത്തെ നമ്മൾ എഴുതിയത് പോലെ നോക്കിയാൽ മതി. ഇപ്പൊ അതെ പല ക്വസ്റ്റ്യൻ പേപ്പറിലും കണ്ടിട്ടുണ്ട് ഷുഡ് ഇൻക്രീസ്ഡ്. കണ്ടോ, ഷുഡ് ഇൻക്രീസ്ഡ് പറയാമോ? പറഞ്ഞുകൂടാ. ഇൻക്രീസ്ഡ് എന്ന് പറയുന്നത് V2 ആണ്. ഷുഡിന്റെ കൂടെ ഒരിക്കലും V2 യൂസ് ചെയ്യരുത്. അപ്പൊ ഇൻക്രീസ്ഡിന്റെ V1 വിത്തൗട്ട് എസ് ഫോം എങ്ങനെ വരും? ഷുഡ് ഇൻക്രീസ് എന്നേ പറയാവൂ. ഷുഡ് ഇൻക്രീസ് എന്ന് തന്നെ പറയണം. ഓക്കെ ആണ്, ഓക്കെ ആണ്. അതുപോലെ വരും വുഡ് ഗിവൺ. കണ്ടോ, വുഡ് ഗിവൺ എ ടാസ്ക് എന്നൊക്കെ പറയും. വുഡ് ഗിവൺ എ ടാസ്ക് തെറ്റാണ്. ദേ വുഡ് കണ്ടു, ഗിവൺ എന്താ? V3 ഫോം ആണ്. ഗിവൺ V3 ആണ്. എങ്ങനെ പറയൂ? വുഡ് ഗീവന്നേ പറയൂ. വുഡ് ഗീവന്നേ പറയാവൂ. അതുപോലെ പറയാം ഷുഡ് പ്രേഡ്. കണ്ടോ, ഷുഡ് പ്രേഡ്. ദേ പ്രേഡ് V2 ഫോം കിടക്കുകയാണ്, തെറ്റ്. മറിച്ച് എങ്ങനെ പറയാവൂ? ഷുഡ് പ്രേ, ഇങ്ങനെ പറയാവൂ. ഓക്കെ ആണോ? അതുപോലെ പറയാം മൈറ്റ് റെയിൻഡ്. മൈറ്റ് റെയിൻഡ് തെറ്റാണ്, പറഞ്ഞുകൂടാ. മൈറ്റ് റെയിൻ എന്നേ പറയാവൂ. മൈറ്റ് റെയിൻ. ഇനി മൈറ്റ് റെയിൻസ് എന്ന് പറയാമോ? മൈറ്റ് റെയിൻസ് വീണ്ടും പറയരുത് കേട്ടോ. മൈറ്റ് റെയിൻസ് എന്ന് പറയരുത്. എസ് വരാൻ പാടില്ല. ഈ 4 പേരുടെ കൂടെയും എസ് വരാൻ പാടില്ല. മൈറ്റ് റെയിൻ എന്ന് തന്നെ ആയിരിക്കണം. മൈറ്റ് റെയിൻ. ഓക്കെ ആണ്. അതെ റൂള് വളരെ ട്രാൻസ്പെറന്റ് ആണ്, വളരെ ഈസിയാണ്. പക്ഷെ മാക്സിമം എക്സാമ്പിൾസ് വായിച്ച് പഠിച്ച് അതിനെ അങ്ങ് മെമ്മറൈസ് ചെയ്ത് വെച്ചേക്കണം. പിന്നെ ഒരിക്കലും മറന്നു പോരുത്. ഒരിക്കലും മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രത്തോളം എക്സാമ്പിൾസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ 2 റൂളും സെറ്റാണ്. ആദ്യത്തെ കൺസെപ്റ്റ് ഡു ഡസ് ഡിഡിന്റെ കൂടെ V1 വിത്തൗട്ട് എസ് ആയിരിക്കണം. അടുത്ത കൺസെപ്റ്റ് വുഡ് ഷുഡ് കുഡ് മൈറ്റിന്റെ കൂടെ V1 വിത്തൗട്ട് എസ് ആയിരിക്കണം. അപ്പൊ ഈ 2 കൺസെപ്റ്റും എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പഠിച്ചത്? 2 കൺസെപ്റ്റ് എന്തേ പഠിച്ചത്? റൂൾസ് ഓഫ് V1, വെർബിന്റെ ഫസ്റ്റ് ഫോമിന്റെ റൂൾസ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് പഠിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് അത്രയും പ്രധാനമായതുകൊണ്ട് ഞാൻ കുറച്ചും കൂടെ 2-3 എക്സാമ്പിൾസും കൂടെ ചെയ്യിക്കുകയാണ് കേട്ടോ. നോക്കിക്കോളുക. എടാ ഡു നീഡഡ് പറയാമോ? ഡു നീഡഡ് പറയരുത്. ഡു നീഡ്സ് എന്ന് പറയാമോ? ഡു നീഡ്സ് എഗെയിൻ പറയരുത്. എന്തെന്ന് തന്നെ പറയണം? ഡു നീഡെന്നേ പറയാവൂ കേട്ടോ. ഡു നീഡെന്നേ പറയാവൂ. അതുപോലെ ഡിഡ് വെയിറ്റഡ് പറയാമോ? ഡിഡ് വെയിറ്റഡ് പറയരുത്. എങ്ങനെ പറയാവൂ? ഡിഡ് വെയിറ്റ് എന്ന് പറയാം. ഓക്കെ, ഡിഡ് വെയിറ്റ് എന്ന് പറയാം. അതുപോലെ ഞാൻ എടുക്കുകയാണ് കുഡ് ബോട്ട്. കുഡ് ബോട്ട്. ഹി കുഡ് ബോട്ട് എ എന്ന് പറയാമോ? ഹി കുഡ് ബോട്ട് എ എന്ന് പറഞ്ഞു പോവാമോ? ഇല്ല, പറയരുത്. ബോട്ട് അഗെയിൻ V2 V3 ആകാം. എങ്ങനെയാണ് പറയേണ്ടത്? കുഡ് ബൈ. കുഡ് ബൈ എന്നേ പറയാവൂ കേട്ടോ. അതുപോലെ ഷുഡ് കെയർഡ്. ഹി ഷുഡ് ഹാവ് കെയർഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പോകും. ഹി ഷുഡ് കെയർഡ്. ഷുഡ് ഹാവ് വരികയാണെങ്കിൽ കെയർഡ് യൂസ് ചെയ്യാം കേട്ടോ. ഷുഡ് കെയർഡ് എന്ന് പറഞ്ഞു പോവാണ്. ശരിയാവോ? ഇല്ല. എന്തേ പറയാവൂ? ഷുഡ് കെയർ. ഷുഡ് കെയർ. ഓക്കെ ആണോ? ഇനി നോക്കിക്കൊള്ളണം. ഷുഡ് ഹാവ് എന്ന് പറയാമോ? ഷുഡ് ഹാവ് ആണോ ശരി? ഷുഡ് ഹാസ് ആണോ ശരി? ഷുഡ് ഹാഡ് ആണോ ശരി? ഏതായിരിക്കും ശരി? ഷുഡ് ഹാവ്, ഷുഡ് ഹാസ്, ഷുഡ് ഹാഡ്. ഇതിൽ ഏത് ശരിയായിരിക്കും? ഇവിടെ ഷുഡ് ഹാവ് ആണ് ശരി. ഷുഡ് ഹാസ് തെറ്റാണ്. ഷുഡ് ഹാഡും തെറ്റാണ്. എന്തുകൊണ്ടാ? ദേ ഷുഡ് വന്നു. ഷുഡിന്റെ കൂടെ ആര് പാടില്ല? എസ് ഉള്ള ഫോം, അതായത് സിംഗുലർ വെർബ് പാടില്ല. വെർബിന്റെ കൂടെ എസ് ഉണ്ടെങ്കിൽ അത് എന്താണ്? സിംഗുലർ ഫോം ആണ്. അപ്പൊ ദേ സിംഗുലർ ഫോം പാടില്ല. ഷുഡിന്റെ കൂടെ സിംഗുലർ വെർബ് പാടില്ല. അടുത്ത നോക്കിക്കേ, ഹാഡ് പാസ്റ്റ് ടെൻസ് ആണ്. V2 ആണ് ഹാഡ്. ഹാഡും പാടില്ല. പക്ഷെ നോക്കിക്കേ, ഹാവ് V1 ആണ്, എസ് ഇല്ലാത്ത V1, അതായത് പ്ലൂറൽ ഫോം ആണ് ഹാവ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹാവ് പറയാം കണ്ടോ. ഷുഡ് ഹാവ് എന്ന് പറയാം, കുഡ് ഹാവ് എന്ന് പറയാം, മൈറ്റ് ഹാവ് എന്ന് പറയാം, വുഡ് ഹാവ് എന്ന് പറയാം. പക്ഷേ ഈ വാക്കുകളുടെ കൂടെ ഹാസോ ഹാഡോ ഒന്നും ചേർത്ത് കളയരുത്. ഓക്കെ, സെറ്റാണ്. ഇപ്പൊ 2 റൂളും അതിനെ കണക്ട് ചെയ്യുന്നത് ഒരുപാട് എക്സാമ്പിൾസ് കയ്യിലുണ്ട്. ഇതൊക്കെ മാക്സിമം പ്രാക്ടീസ് ചെയ്തെടുക്കുക. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് നമ്മുടെ സെക്ഷനിലേക്ക് പോവാം. നോക്കിക്കേ, വി ഷുഡ് ഓൾവേസ് ഡാഷ് അവർ ബെസ്റ്റ് ടു ഹെൽപ്പ് അതേഴ്സ്. ഇത് റൂൾസ് ഓഫ് V1
എന്ന സെക്ഷനിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റൂൾസ് ഓഫ് V1. ഇനി എന്തെടുക്കാടെ നോക്കിയേ, ദേ ഷുഡ് കിടക്കുകയാണ് കണ്ടോ, ഷുഡ് കിടക്കുകയാണ്. നമ്മൾ ഇപ്പൊ അങ്ങോട്ട് പഠിച്ചു നിർത്തിയതേ ഉള്ളൂ. ഷുഡിന് ശേഷം ആര് വരണം? V1 വരണം, അതും യെസ് ഇല്ലാത്ത V1 വരണം. ഷുഡിന് ശേഷം കിടക്കേണ്ടത് ആരാണ്? V1 ആണ്, യെസ് ഇല്ലാത്ത V1 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ പറയാം? ദേ നോക്കിക്കേ, ഡൺ കണ്ടോ, ഡൺ എന്താ? V3 ആണ്. നമ്മൾ നേരത്തെ പഠിച്ച ഓർമ്മയുണ്ടോ? ഡു അല്ലെങ്കിൽ ഡസ് എന്താ? V1 ആണ്. ഡു അല്ലെങ്കിൽ ഡസ് V1 ആണ്. ഡിഡ് എന്താണ്? V2 ആണ്. ഡൺ എന്താണ്? V3 ആണ്. അപ്പൊ ആരേ പറയാവൂ? ഡൺ V3 ആണ്. വരുവോ? വരില്ല. ഷുഡിന്റെ കൂടെ വരില്ല. ഇനി നോക്കിക്കേ, ഡു V1 അല്ലേ? അപ്പൊ കൺസിഡർ ചെയ്യാം. നോക്കി വെച്ചേരെ. ദേ ഡിഡ് നോക്കിക്കേ, ഡിഡ് എവിടെ കിടക്കുക? V2 ഫോമിൽ കിടക്കുകയാണ്. വീണ്ടും വരാൻ പാടില്ല. ഡിഡ് V2 ഫോമിലാണ്, വരാൻ പാടില്ല. അടുത്ത് നോക്കിക്കേ, ഡസ് അഗെയിൻ V1 ആണ് അല്ലെ? ഡസ് അഗെയിൻ V1 ആണ്. ഇനി നോക്കിക്കേ, 2 V1 കിട്ടി. ഇതിൽ വീണ്ടും ആരെയേ എടുക്കാവൂ? യെസ് ഇല്ലാത്ത V1നെ എടുക്കാവൂ. അതായത് യെസ്സോട് കൂടിയ V1 അങ്ങ് തട്ടിയേക്കണം. അപ്പൊ എങ്ങനെ തന്നെ പറയണം? വി ഷുഡ് ഓൾവേസ് ഡു അവർ ബെസ്റ്റ് ടു ഹെൽപ്പ് അതേഴ്സ്. ഇങ്ങനെ പറയാവൂ കേട്ടോ. അപ്പൊ റൂൾ ഓഫ് V1 അപ്ലൈ ചെയ്യുക, പെർഫെക്റ്റ് ആയിട്ട് ഉത്തരത്തിലേക്ക് എത്തുക. ഓക്കെ ആണ്. ഇതിൽ നിന്ന് പല ചോദ്യങ്ങളും, അതായത് ഈ 2 റൂൾസിനെ ബേസ് ചെയ്തും, ഡു ഡസ് ഡിഡിനെ ബേസ് ചെയ്തും, വുഡ് ഷുഡ് കുഡിനെ മൈറ്റ് ബേസ് ചെയ്തും പല രീതിയിൽ പല പാറ്റേണിൽ ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ ഏത് പാറ്റേണിൽ ചോദ്യം വന്നാലും ക്രാക്ക് ചെയ്യാൻ റെഡി ആയിക്കോളുക. ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിനെ കണക്ട് ചെയ്യുന്ന ഒരു പ്രീവിയസ് ഇയർ കൂടെ നോക്കിക്കേ. ദേ SSC MTS 2023 നോക്കിക്കേ. ഹിസ് എൽഡർ ബ്രദേഴ്സ് were quite willing that he should went to see. He should went to see. കണ്ടോ, went to ഓൾറെഡി ഹൈലൈറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. went to ഹൈലൈറ്റ് ചെയ്ത് തന്നിരിക്കുകയാണ്. അതായത് ഈ ഹൈലൈറ്റഡ് പാർട്ട് ശരിയാകാം തെറ്റാകാം, ശരിയാകാം തെറ്റാകാം. അങ്ങനെയാണെങ്കിൽ ഈ ഹൈലൈറ്റഡ് പാർട്ടിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് താഴത്തെ ഓപ്ഷനുകളിൽ നിന്നാണ്. നോക്കിക്കേ, ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കേ. ആദ്യത്തെ ഓപ്ഷൻ ഹാഡ് ഗോ ടു എന്നുണ്ട്. സെക്കൻഡ് ഓപ്ഷൻ ഹാഡ് ഗോൺ ടു എന്നുണ്ട്. തേർഡ് ഓപ്ഷൻ വീണ്ടും ഗോൺ ടു ഉണ്ട്. ഫോർത്ത് ഓപ്ഷൻ ഗോ ടു എന്നാണ്. അപ്പൊ ഏതെടുക്കാം നോക്കിയടാ. വീണ്ടും റൂൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി. എങ്ങനെ റൂൾ അപ്ലൈ ചെയ്ത് കൊടുക്കും? പ്രൊവൈഡഡ് ദാറ്റ് ഷുഡ് ബി ദ റൂൾ. ഷുഡ് ആണ് റൂളിന്റെ കാറ്റഗറിയിൽ വരേണ്ടത്. ഷുഡ് കണ്ടല്ലോ. ഷുഡിന് ശേഷം ഇരിക്കേണ്ടത് ആരാ? V1 വിത്തൗട്ട് എസ്. കണ്ടോ, ഒന്നിൽ കൂടുതൽ ഷിഫ്റ്റുകളിൽ വന്നിരിക്കുകയാണ്. ഷുഡിന് ശേഷം V1 വിത്തൗട്ട് എസ് ഫോം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ 4 ഓപ്ഷനിൽ നിന്ന് V1 കണ്ടുപിടിച്ചാൽ മതി. നോക്കിക്കേ, ഹാഡ് വരുമോ? ഹാഡ് V2 ആണ്, കൺസിഡർ ചെയ്യാൻ പറ്റില്ല. വീണ്ടും ഹാഡ് V2 ആണ്, കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അടുത്ത ഗോൺ V3 ആണ്, കൺസിഡർ ചെയ്യാൻ പറ്റില്ല. അടുത്ത നോക്കിക്കേ, ഗോസും എവിടെ വരും? ഗോയും ഗോസും V1 വരും. ഇതിൽ ഗോസ് എന്ന് പറയുന്നത് എസ്സോട് കൂടിയ വെർബ്, ഗോ എന്ന് പറയുന്നതോ എസ് ഇല്ലാത്ത വെർബ്. അപ്പൊ നമുക്ക് ഏതാ എടുക്കേണ്ടേ? എസ് ഇല്ലാത്ത വെർബായ ഗോ എടുക്കണം. അപ്പൊ കറക്റ്റ് ഉത്തരം എന്ത് വരും? ഗോ ടു. ഷുഡ് ഗോ ടു എന്ന് പറയും. ഇത് വൺസ് നമുക്ക് ഇതിന്റെ റൂൾ അറിഞ്ഞുകൂടാ എന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും തെറ്റിക്കും. അതായത് ഷുഡ് ഗോൺ ടു എന്നൊക്കെ നമ്മുടെ മനസ്സ് പറയും കേട്ടോ. ഷുഡ് ഗോൺ ടു എന്നൊക്കെ പറയും, അതൊക്കെ തെറ്റാണ്. ഷുഡ് ഗോ ടു എന്ന് തന്നെ ആയിരിക്കണം. ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ അതെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചേഴ്സ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിലെ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ കഴിഞ്ഞു കേട്ടോ. അപ്പൊ ഓർക്കേണ്ട കാര്യം, നമ്മൾ ഇന്ന് പഠിച്ചത് നൗണിനെ കണക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഒരു റൂള്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൂള് ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഫർണിച്ചർ എന്ന് പറയുന്ന വേർഡ് കാറ്റഗറി വരണം. ആ വേർഡ് കാറ്റഗറിയുടെ സ്പെഷ്യാലിറ്റീസ് നോക്കി വെച്ചേക്കുക. അതാണ് നൗണിന്റെ പ്രധാനപ്പെട്ട റൂള്. അത് കഴിഞ്ഞ് വെർബിൽ നിന്നും നമ്മൾ പ്രധാനപ്പെട്ട ഒരു റൂൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നൗണിൽ നിന്നും വെർബിൽ നിന്നും പ്രധാനപ്പെട്ട വളരെ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന 2 സെക്ഷനാണ് ഇന്ന് കഴിഞ്ഞിട്ടുള്ളത്. ഓക്കെ ആണ്. അപ്പൊ ഗ്രാമാറ്റിക്കൽ സ്ട്രക്ചർ കഴിഞ്ഞു. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ MTS എന്ന് പറയുന്നത് വെറും സ്പോട്ട് ദ എറേഴ്സും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒന്നുമല്ല, എന്തും കൂടെ വരും, വൊക്കാബുലറി സെക്ഷനും കൂടെ വരും. വൊക്കാബുലറി സെക്ഷനും ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്.
ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോക്കിക്കോളുക, നമ്മുടെ ഗ്രാമാറ്റിക്കൽ സെക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത് നമ്മൾ വൊക്കാബുലറിയിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ പ്രധാനപ്പെട്ട വൊക്കാബുലറി നമുക്ക് കുറച്ചൊന്ന് നോക്കിയേക്കാം. എടാ നോക്കിയേ, ബെനിങ്. ബെനിങ്ങിന്റെ മീനിങ് എന്താണ്? സ്പെല്ലിംഗ് ഉൾപ്പെടെ നോക്കി വെച്ചേക്കണേ. BENIGN. ബെനിങ്ങിന്റെ മീനിങ് എന്ത് വരും? എടാ ബെനിങ് എന്ന് വെച്ചാൽ നോക്കിക്കോളുക, കൈൻഡ് എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ബെനിങ് എന്ന് വെച്ചാല് കൈൻഡ് എന്നുള്ള മീനിങ് ആണ്. ഇതിന്റെ അതേ സിനോണിം വരും ബെനവലന്റ്. നോക്കി വെച്ചേക്കുക. ഇപ്പൊ ബെനിങ് എന്ന് വെച്ചാൽ വളരെ കൈൻഡ് അല്ലെങ്കിൽ ബെനവലന്റ് എന്നൊരു മീനിങ് വരും കേട്ടോ. ഇതിന്റെ ആന്റോണിം അല്ലെങ്കിൽ ഓപ്പോസിറ്റ്, നോക്കിക്കോളുക, ക്രൂവൽ എന്ന് വരാം. അതുപോലെ മെലവലന്റ്. നോക്കിയേ, ബെനവലന്റ് എന്ന് വെച്ചാൽ കൈൻഡ്, ബെനവലന്റ് എന്ന് വെച്ചാൽ കൈൻഡ് ആണ്. ഇതേ ബെനവലന്റിന്റെ ഓപ്പോസിറ്റ് എന്ത് വരും? മെലവലന്റ് എന്ന് വെച്ചാൽ എന്താണ്? ഈ ദുഷ്പ്രവൃത്തിയൊക്കെ ചെയ്യുന്ന ആൾക്കാർ, അതായത് ക്രൂവൽ ആക്ഷൻ, ഈവിൾ ആക്ഷൻസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് എന്തെന്ന് പറയുന്നത്? മെലവലന്റ്, ദുഷ്ടന്മാര് എന്നൊക്കെ നമ്മൾ പറയുന്ന ആൾക്കാര് കേട്ടോ. അപ്പൊ ബെനവലന്റിന്റെ ഓപ്പോസിറ്റ് മെലവലന്റ്, ബെനിങ്ങിന്റെ സിനോണിം കൈൻഡ്, ബെനവലന്റ്. ഇതൊക്കെ നോക്കി വെച്ചേക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കിക്കോടെ, ഒബ്വിയസ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസിലി അണ്ടർസ്റ്റുഡ് അല്ലെങ്കിൽ ക്ലിയർ എന്നൊരു മീനിങ് ഉണ്ട് കേട്ടോ. ഈസിലി അണ്ടർസ്റ്റുഡ്, ക്ലിയർ അല്ലെങ്കിൽ അപ്പാരന്റ്. എന്നൊക്കെ വെച്ചാൽ എന്താണ്? വിസിബിൾ, കാണാൻ പറ്റുന്നത്, മനസ്സിലാക്കാൻ പറ്റുന്നത്, അതൊക്കെയാണ് അപ്പാരന്റിന്റെ മീനിങ്. അപ്പൊ ഒബ്വിയസ് നോക്കി വെച്ചേക്കുക. ഒബ്വിയസും അപ്പാരന്റും നോക്കി വെച്ചേക്കുക. എന്താണ്? ഈസിലി അണ്ടർസ്റ്റുഡ്, ക്ലിയർ, അപ്പാരന്റ്, ഒബ്വിയസ്. അടുത്ത നോക്കിക്കോളാ, റെറ്റിസെന്റ്. എടാ റെറ്റിസെന്റ് എന്ന് വെച്ചാൽ എന്താണ്? റിസർവ്ഡ്, വളരെ റിസർവ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാർ, അതായത് അൺടോക്കറ്റീവ്, മിതമായിട്ട് സംസാരിക്കുന്ന ആൾക്കാര്, റിസർവ്ഡ് ആയിട്ടിരിക്കുന്ന ആൾക്കാര്, അവരെയാണ് എന്ത് വിളിക്കുന്നത്? റെറ്റിസെന്റ് എന്ന് വിളിക്കുന്നത്. ഇനി ഈ റെറ്റിസെന്റിന്റെ ആന്റോണിം എന്ത് വരാം? റെറ്റിസെന്റ് എന്ന് വെച്ചാൽ വളരെ ക്വയറ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ റെറ്റിസെന്റ് ആന്റോണിം എന്താണ്? ടോക്കറ്റീവ് ആണ് അല്ലെ? ടോക്കറ്റീവ്. ഇതേ ടോക്കറ്റീവിന്റെ സിനോണിം പഠിച്ചു വെച്ചേക്കുക, ഗാരുലസ്. GARRULOUS, ഗാരുലസ്. അപ്പൊ നോക്കിക്കേ, റെറ്റിസെന്റ് എന്ന് വെച്ചാൽ റിസർവ്ഡ്, അൺടോക്കറ്റീവ് എന്നുള്ള മീനിങ് ആണ്. റെറ്റിസെന്റ് സിനോണിം എന്ത് വരും? റെറ്റിസെന്റ് ആന്റോണിം എന്ത് വരും? ടോക്കറ്റീവ്, ഗാരുലസ് എന്ന മീനിങ് വരും. ഓക്കെ ആണ്? ഓക്കെ, ഇപ്പൊ വേർഡ്സ് ഇത്രയും നോക്കി വെച്ചേക്കുക. ബാക്കി പ്രധാനപ്പെട്ട വാക്കുകൾ, ഇത് ഇത്രയും മോസ്റ്റ് റിപ്പീറ്റഡ് ആണ് കേട്ടോ. വളരെ റിപ്പീറ്റ് അടിച്ച് വന്ന കുറച്ച് വേർഡ്സ് ആണ്. അപ്പൊ ഇതിന്റെ ബാക്കി സെക്ഷൻ, ഈ വേർഡ്സിന്റെ ബാക്കി സെക്ഷൻ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഇതിന്റെ കൂടെ തന്നെ സിനോണിംസിന്റെയും ആന്റോണിംസിന്റെയും കൂടെ കുറച്ച് ഇഡിയംസും കൂടെ നമുക്ക് നോക്കിയേക്കാം. ഇത് ഇഡിയംസ് കാറ്റഗറിയാണ് കേട്ടോ, ഇഡിയംസ് ആണ്. നോക്കിയേ, നോക്കിക്കോളുക. ഫസ്റ്റ് ഇഡിയം, കോൾ ഇറ്റ് എ ഡേ. കോൾ ഇറ്റ് എ ഡേ എന്ന് വെച്ചാൽ എന്താണ്? കോൾ ഇറ്റ് എ ഡേ, ടു സ്റ്റോപ്പ് വർക്കിംഗ്. കോൾ ഇറ്റ് എ ഡേ എന്താണ്? ടു സ്റ്റോപ്പ് വർക്കിംഗ്, ഒരു ജോലി ചെയ്യുന്നത് നിർത്തുക, അതാണ് കോൾ ഇറ്റ് എ ഡേ, ടു സ്റ്റോപ്പ് വർക്കിംഗ്. അടുത്ത നോക്കിക്കോളുക, ബേക്കേഴ്സ് ഡസൻ. എന്താണ് ബേക്കേഴ്സ് ഡസൻ? എ നമ്പർ ഓഫ് 13. നോർമൽ ഡസൻ എത്രയാണ്? നോർമൽ ഡസൻ എന്ന് പറയുന്നത് 12 ആണ് അല്ലെ. ഈ 12ന്റെ കൂടെ +1 ചേരുമ്പോൾ അതിനെ എന്തെന്ന് വിളിക്കും? ബേക്കേഴ്സ് ഡസൻ എന്ന് വിളിക്കും. ബേക്കേഴ്സ് ഡസൻ. ഇപ്പൊ നോക്കിക്കൊള്ളണം, നോർമൽ ഡസൻ എന്ന് പറയുന്നത് 12 ആണ്. ഈ 12ന്റെ കൂടെ +1 അടിക്കുമ്പോൾ എന്തായിട്ട് മാറും? ബേക്കേഴ്സ് ഡസൻ ആയിട്ട് മാറും. അപ്പൊ ബേക്കേഴ്സ് ഡസൻ എന്ന് വെച്ചാൽ എത്രയുണ്ട്? നമ്പർ 13 ഉണ്ട്. എ നമ്പർ ഓഫ് 13. അടുത്ത നോക്കിക്കോളുക, ഹെർക്കൂലിയൻ ടാസ്ക്. എന്താണ് ഹെർക്കൂലിയൻ ടാസ്ക്? ഹെർക്കൂലിയൻ ടാസ്കിന്റെ മലയാളം എന്ന് പറയുന്നത് ഭഗീരഥ പ്രയത്നം എന്ന് നമ്മൾ പറയില്ലേ, ഭഗീരഥ പ്രയത്നം, അതാണ് ഹെർക്കൂലിയൻ ടാസ്ക് കേട്ടോ. അപ്പൊ ഹെർക്കൂലിയൻ ടാസ്ക് എന്തായിരിക്കും? വളരെ ഡിഫിക്കൽട്ട് ജോബ്, അല്ലെങ്കിൽ വളരെ എഫേർട്ടോട് കൂടിയ ഒരു വർക്ക്. എഫേർട്ടോട് കൂടിയ വർക്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഹെർക്കൂലിയൻ ടാസ്ക് എന്ന് പറയുന്നത്, ഭഗീരഥ പ്രയത്നം. ഓക്കെ, അടുത്ത നോക്കിക്കേ, അക്കിലീസ് ഹീൽ. അക്കിലീസ് ഹീൽ എന്താണ്? നോക്കിക്കൊള്ളണം, അറ്റ് എ വീക്ക് പോയിന്റ്.
നമ്മുടെ വളരെ ഒരു വീക്ക് പോയിന്റിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? അക്കിലീസ് ഹീൽ. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒരു വീക്ക് പോയിന്റ് വരും അല്ലെ, വളരെ വൾണറബിൾ പോയിന്റ്, ഒരു വീക്ക് പോയിന്റ് വരും. അപ്പൊ നമുക്ക് എന്തെന്ന് പറയാം? ദ അക്കിലീസ് ഹീൽ എന്നൊക്കെ വെച്ച് പറയാം. ഓക്കെ ആണോ? അക്കിലീസ് ഹീൽ എന്താണ്? അറ്റ് എ വീക്ക് പോയിന്റ് അല്ലെങ്കിൽ വൾണറബിൾ പോയിന്റ്. അടുത്ത നോക്കിക്കോള്, റെയിനി ഡേ. റെയിനി ഡേ നോക്കിക്കോണം കേട്ടോ. ഈ CGL കഴിഞ്ഞ CGL CHSL ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോ ഇപ്പോഴത്തെ MTS നമുക്ക് പ്രതീക്ഷിക്കാം, ആന്റിസിപ്പേറ്റ് ചെയ്യാം. എടാ റെയിനി ഡേ, റെയിനി ഡേയുടെ ഇഡിയം എന്ത് വരും? A time of need. A time of need, especially in the case of money. ഓക്കെ, ഫിനാൻഷ്യലി ഒരു നീഡ് വരിക. സാധാരണ ജനറലി പറയാം ഈ ടൈം ഓഫ് നീഡ് ആണ്. പക്ഷെ എസ്പെഷ്യലി ഏത് കേസിൽ? ഒരു ഫിനാൻഷ്യൽ നീഡിന്റെ കേസ്, ഒരു മണി നീഡ് കേസിൽ. ഓക്കെ ആണോ? അപ്പൊ 5 ഇഡിയോ, ഈ 5 ഇഡിയോ നോക്കി വെച്ചേക്കുക. ക്വാളിറ്റി ഡേ, സ്റ്റോപ്പ് വർക്കിംഗ്, ബേക്കേഴ്സ് ഡസൻ, എ നമ്പർ ഓഫ് 13, ഹെർക്യൂലിയൻ ടാസ്ക്, ഡിഫിക്കൽട്ട് ജോബ്, അക്കിലീസ് ഹീൽ, വീക്ക് പോയിന്റ് അല്ലെങ്കിൽ വൾണറബിൾ പോയിന്റ്, റെയിനി ഡേ എന്താണ്? എ ടൈം ഓഫ് നീഡ്, എസ്പെഷ്യലി ഇൻ ദ കേസ് ഓഫ് മണി. ഓക്കെ ആണ്. അപ്പൊ വൊക്കാബുലറി നമ്മളിത് നോക്കി വെച്ചിട്ടുണ്ട്. സിനോണിംസ്, കുറച്ച് സിനോണിംസും അതിന്റെ കണക്റ്റഡ് ആന്റോണിംസും ആയിട്ടുണ്ട്, ഇഡിയംസ് ആയിട്ടുണ്ട്. ഓക്കെ ആണ്. ഓക്കെ, അപ്പൊ സെക്ഷൻ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ബാക്കി പ്രധാനപ്പെട്ട MTSന്റെ സെക്ഷനുമായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഓക്കെ, താങ്ക് യു.